മുന്തിരി തെളിഞ്ഞു കാണാം. സതീഷ് ബാബു. ഇനി രമേശ് പിയുടെ ഏറ്റവും വലിയ വാക്ക് പാർവതിയുടെ പഴയ ഒരു ബ്രാ എങ്കിലും എടുത്തിടാമായിരുന്നു. സിയാദ് പറയുന്നു ഭർത്താവിന് ഒരു ബ്രാ വാങ്ങിച്ചു തരാൻ കഴിവില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഇതിവിടെ എടുത്തു പറയാനുള്ള കാരണം കേരളത്തിൽ ലൈംഗിക ദാരിദ്ര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കമന്റ് ഓളികളിൽ കൂടെയാണ്. നന്നായിട്ട് സംസാരിക്കാൻ പറ്റില്ല, കാരണം ഒരു മര്യാദ കാണിക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെതായ രീതി സംസാരിക്കാം. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഓൺലൈൻ ചാനലുകളുണ്ട്, യുവമാർക്കൊക്കെ വേറെ പണിയൊന്നുമില്ല. പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ കുറെ അവന്മാർ വരെ തൂക്കി എടുത്തോണ്ട് നടക്കും പൊക്കി പിടിക്കാൻ. എടാ ഇത് ചിന്തിച്ചു, ഇപ്പം ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ഇടണം, എൻ്റെ ഒരു സാമാനം ആരും കാണണില്ല. ഇതേ സാധനത്ത് ക്യാമറ എടുത്ത് എൻ്റെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഇതിൻ്റെ ഇടയിൽ സാമാനം കാണാൻ വലിയ പാടൊന്നുമില്ല അല്ലേ. ഞാൻ വലിയ മാന്യൊന്നുമില്ല, ഞാൻ ഒരിക്കലും പ്രഖ്യാപിക്കണം അയ്യോ ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല. പക്ഷേ ഇതേ സ്ഥാനത്ത് ഒരു പെണ്ണ് നല്ല ഡ്രസ്സ് ഇട്ട് വന്നാൽ ഞാൻ നോക്കും, സൗന്ദര്യമുള്ള പെണ്ണ് ഞാൻ നോക്കും, അത് അവർക്ക് കുഴപ്പമില്ലാത്ത ഞാൻ നോക്കും. മനസ്സിലായോ? എന്ന് വെച്ചാൽ സൗന്ദര്യം ഞാൻ സംബന്ധിച്ചൊരു നമുക്ക് ആസ്വദിക്കാവുള്ളൂ. ആസ്വാദനം എന്ന് പറഞ്ഞാൽ മറ്റേ 30 രൂപയ്ക്ക് KSRTC ബസ്സിൽ ടിക്കറ്റ് എടുത്തിട്ട് മറ്റേ മാവന്മാരുടെ മുണ്ടിലൂടെ അത് പരിപാടിയല്ല, അതല്ല ആസ്വാദനം. അത് ഇപ്പോഴത്തെ ട്രെൻഡാണ്, മനസ്സിലായില്ലേ? നമ്മുടെ ട്രെൻഡാണ് പരിപാടി, അതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ നല്ല രീതിയിൽ നമുക്ക് നോക്കി ആസ്വദിക്കാം, അവർക്ക് കുഴപ്പമില്ലെങ്കിൽ. എന്ന് വെച്ചാൽ അല്ല കണ്ണ് മറ്റേ കൊടുത്ത് നാളെ വരാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് തിരിച്ചു പോകുമല്ല. ഇതിലെനിക്കൊന്നും പറയാനില്ല, പക്ഷെ ഇന്ന് പറയണമെന്ന് തോന്നി. കാരണം ഇത് റിയാക്ഷൻ വീഡിയോ ഒന്നുമില്ല. കാരണം നാളെ ആർക്കും വരാം, ചിലപ്പോൾ എൻ്റെ വീട്ടിലും വരാം ഇതൊക്കെ. അന്നും ഞാൻ ഈ പറഞ്ഞ സതീഷ് ബാബുവിനെയും ഈ രമേശിനെ ഈ ഓളികളൊക്കെ എന്ത് ചെയ്യണം, ഞാൻ അന്നും അവനെയൊക്കെ ചിരിച്ച് പറയേണ്ടി വരും. മനസ്സിലായില്ലേ? ഇവനൊക്കെ കമന്റ് ഇടാൻ മാതിരി ഈ പറഞ്ഞവന്മാരുടെ അക്കൗണ്ട് നോക്കണം. ചിലപ്പോൾ ഒരു ഫോട്ടോ ആണ്, ഒരു പോസ്റ്റ്, ഒരു കഴിവില്ലാത്ത കുറേ നാറികളായിരിക്കും ഇവന്മാരെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവന്മാർക്ക് ഒരു ട്രെൻഡാണിത്. കാരണം 10 വരെ അടിക്കണേ എനിക്ക് പഠിച്ചാൽ ഒരു വർഷമല്ല, 12ാമത്തവനല്ല ഞാൻ. 10 വരെ പിടിച്ചാലേ എന്നെ പിടിക്കുള്ളൂ. പക്ഷെ നിനക്കൊക്കെ ആരും കേസ് കൊടുക്കാത്തല്ല, കാരണം ഇതിനൊക്കെ പറയുമ്പോൾ ആർക്കും താല്പര്യമില്ല, സമയങ്ങളില്ല. കാരണം ഇപ്പോൾ ഓൺലൈൻ മീഡിയ ചാനലുകളല്ലേ. മറ്റേ 10,000 രൂപയുടെ ഒരു ഫോൺ EMIക്ക് എടുത്തിട്ട് പോയെങ്കിൽ പേരിട്ടാൽ പോരെ, ബട്ടർഫ്ലൈ എന്നാ കിൻഡർ ജോയ് എന്നൊക്കെ പേരെ കിട്ടങ്ങ് ഇറങ്ങിയാൽ മതി. ഇറങ്ങിയിട്ട് നേരെ ഞാൻ ഓൺലൈൻ മീഡിയ ആണെന്ന് പറഞ്ഞാൽ പോലെ എൻ്റെ മുഖം കാണിക്കൂല. കാരണം ഇവിടെ റീച്ചാണ് എല്ലാവർക്കും വേണ്ടത്, ആദ്യം മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ റീച്ചാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഇപ്പോൾ എൻ്റെ കമൻറ്റ് നീ കമൻറ്റ് ചെയ്ത് എന്ത് പറഞ്ഞാൽ എന്ത് കുണച്ചാലും എനിക്ക് തോന്നില്ല. കാരണം എനിക്കൊരു 8 മാസം ഞാൻ വീഡിയോ ചെയ്യണം. ഈ തൊലിക്കട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞു, എനിക്ക് ആ ചിന്തയൊന്നുമില്ല. അതൊക്കെ പോയി, അതൊക്കെ നഷ്ടപ്പെട്ട്. എന്നെ പറഞ്ഞ നല്ലപോലെ പറയാനുള്ള കഴിവ് എനിക്ക് പറഞ്ഞാൽ നല്ലപോലെ പറയും. അങ്ങനെയുള്ളവന്മാർ മാത്രം ഒന്ന് പറഞ്ഞാൽ മതി, മനസ്സിലായില്ലേ? ഇപ്പം എന്നെ വിളിച്ച് എങ്ങനെ തിരിച്ച് പറയണം, നല്ല ബോധം വിവരം എനിക്കുള്ളതെന്ന് ഞാൻ എനിക്ക് പറയാൻ നല്ലപോലെ അറിയാം. എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഇവന്മാരൊക്കെ വളരണത്, മനസ്സിലായില്ലേ? എവിടെ എത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പറയണമെന്ന് തോന്നി പറഞ്ഞു.